വലിയ ആശങ്കകളുടെ നടുവിലാണ് ലോകത്തെ എല്ലാ സഞ്ചാരികളും. സഞ്ചാരികൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്ന ആളുകളും വലിയ ആശങ്കയിലാണ്. അത് ഒരു രാജ്യത്തിൻ്റെ ആശങ്കയല്ല, ഒരു ഭൂഖണ്ഡത്തിൻ്റെ ആശങ്കയല്ല, ഈ ഭൂമി മുഴുവൻ്റെയും ആശങ്കയായി ഇപ്പോൾ പടർന്നു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 23 വർഷങ്ങളായി ലോകയാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. അതിനും എത്രയോ മുമ്പ് മുതൽ ഞാൻ ഇന്ത്യക്കകത്തും കേരളത്തിലും യാത്രകൾ ചെയ്യുന്നു. എൻ്റെ ബാല്യകാലം മുതൽ യാത്രകൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു. ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും യാത്ര ചെയ്യാൻ കഴിയാത്തൊരു കാലം ലോകത്തുണ്ടാവും എന്ന് ഞാനോ എന്നെപ്പോലെ യാത്ര ചെയ്യുന്നവരോ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അസാധാരണമായ, ഇതിനു മുമ്പ് സംഭവിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലരും ആശങ്കപ്പെടുന്നുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും ട്രാവൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, റിസോർട്ടുകൾ നടത്തുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ആശങ്ക, അല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കുന്നവരുമുണ്ട്, അവരുടെയൊക്കെ ആശങ്കയോ സംശയമോ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പഴയതുപോലെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ, പഴയതുപോലെ ആയിരിക്കുമോ ഇനിയുള്ള യാത്രകൾ? മനുഷ്യൻ പഴയതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക്, പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ ഗരിമയിലേക്ക് സഞ്ചരിക്കുമോ? ഞാൻ പറയും, തീർച്ചയായും സഞ്ചരിക്കും. പഴയതിനേക്കാളേറെ സഞ്ചരിക്കും. സഞ്ചരിക്കാനാവാതെ വീട്ടിലിരുന്ന ദിവസങ്ങളുടെ മുതലും പലിശയും ചേർത്തുള്ള യാത്രകൾ ഇനി ആരംഭിക്കും. അതിൻ്റെ സൂചനകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നു തുടങ്ങിക്കഴിഞ്ഞു. മനുഷ്യർക്ക് സഞ്ചരിക്കാതിരിക്കാനാവില്ല. കാരണം അത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്. ഇനി നമ്മൾ കരുതുക, കുറേയേറെ കാലം കോവിഡ് ഈ ഭൂമുഖത്ത് നിലനിന്നു തന്നെ. എങ്കിലും ആ കോവിഡിനെ പ്രതിരോധിച്ചുകൊണ്ട്, അതിനെ വകവയ്ക്കാതെ, ആ COVID-19 എന്ന ആരോഗ്യ പ്രശ്നത്തെ മറികടക്കുന്ന ടെക്നോളജികൾ രൂപപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ സഞ്ചരിച്ച് തന്നെ തുടങ്ങും. അതിന് ടെക്നോളജി മനുഷ്യനെ പ്രാപ്തനാക്കും. നമുക്കറിയാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് കിറ്റുകൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇന്ന് ലഭ്യമാണ്. പക്ഷേ കോവിഡ് അനന്തകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ശാസ്ത്രലോകം കംഫർട്ടബിളായ PPE സംവിധാനം ഉണ്ടാക്കും. നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലെ തന്നെ കംഫർട്ടബിളായ മാസ്കും നമ്മുടെ കൈയുറകളും ഒക്കെ ചേർന്ന PPE സംവിധാനങ്ങൾ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് രൂപപ്പെടും. ആളുകൾക്ക് അത് ധരിച്ച് സഞ്ചരിക്കാവുന്ന സ്ഥിതി എത്തും. ഒപ്പം ഹാൻഡ് സാനിറ്റൈസർ പോലെ തന്നെ സാനിറ്റൈസേഷനുള്ള പുതിയ സാധ്യതകളുണ്ടാകും. നമ്മൾ വെറ്റ് ടിഷ്യൂകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസറും, അല്ലെങ്കിൽ മനുഷ്യന് കൺവീനിയൻ്റായ, ഒരു യാത്രികന് സൗകര്യപ്രദമാകുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ഉപകരണങ്ങൾ, മരുന്നുകൾ ഒക്കെ രൂപപ്പെടും. അപ്പോൾ കൊറോണ എന്ന രോഗം, കൊറോണ വൈറസ് നമ്മളുടെ സമൂഹത്തെ പരാജയപ്പെടുത്തും എന്ന ഒരു ധാരണ നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ അതിനേക്കാൾ ഉയരെ ചിന്തിക്കാൻ കഴിയുന്ന, അതിനേക്കാൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന, പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന, അതിനുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു കൂട്ടായ്മയുടെ പേരാണ് മനുഷ്യരെന്നത്. അല്ലാതെ ഞാനെന്നൊരു വ്യക്തിയോ നിങ്ങളെന്നൊരു വ്യക്തിയോ മാത്രമല്ല. അപ്പോൾ യാത്രകൾ മനസ്സിൽ താലോലിക്കുന്ന, സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളും നിരാശപ്പെടേണ്ട സമയമാണിത്. യാത്രകൾ സംഘടിപ്പിക്കുന്നവർക്കും, യാത്രകൾക്ക് നേതൃത്വം നൽകുന്നവർക്കും, അതിനുള്ള സൗകര്യമൊരുക്കുന്നവർക്കും ഒക്കെ ഒരു വിശ്രമകാലം എന്ന് മാത്രം കരുതിയാൽ മതി. ഇത് വിശ്രമം എന്നതിനേക്കാൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലേക്കുള്ള പദ്ധതികളുടെ ആസൂത്രണത്തിൻ്റെ കാലം. എങ്ങനെയായിരിക്കണം നമ്മുടെ യാത്രകൾ എന്ന് പദ്ധതിയിടേണ്ട കാലം. യാത്രകളെ കൂടുതൽ എക്സൈറ്റിങ്ങും ഗംഭീരവുമാക്കാനുള്ള ഹോംവർക്ക് ചെയ്യുന്ന, ഗൃഹപാഠം ചെയ്യുന്ന ഒരു കാലം. ഏറ്റവും മികച്ച ട്രാവൽ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാലം. ഇതുവരെ മനുഷ്യൻ എത്തിപ്പെട്ടിട്ടില്ലാത്ത ഭൂമിയുടെ അത്ഭുതങ്ങളിലേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ സംഘാടകർക്ക് അവസരമൊരുക്കുന്ന ഒരു കാലം. നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി
നമ്മൾ ഇതുവരെ ആചരിച്ചിരുന്ന ടൂറിസം ആക്ടിവിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുത്താനും യാത്ര ചെയ്യുന്നവർക്ക് എക്സൈറ്റിംഗ് ആയ അനുഭവങ്ങൾ നൽകാനുമുള്ള ഒരു ഒരുക്കകാലം കൂടിയാണ് ഈ കോവിഡ് കാലം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10, 50, 60 ദിവസങ്ങൾ അധികം സാധാരണഗതിയിലുള്ളതുപോലെ യാത്രകൾ ചെയ്യാനോ സാധാരണഗതിയിലുള്ളതുപോലെ ജോലി ചെയ്യാനോ കഴിയാതിരുന്ന ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ എൻ്റെ വരും വർഷങ്ങളിലേക്കുള്ള ആശയങ്ങൾ രൂപീകരിക്കുകയായിരുന്നു. അത് 2-3 ഡയറികളിൽ ഞാനത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള നാളുകളിൽ എങ്ങനെയായിരിക്കണം എൻ്റെ സംരംഭങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, എൻ്റെ ചാനൽ എങ്ങനെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്, എൻ്റെ യാത്രകൾ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, ഈ യാത്രകളിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, അത് കേരള സമൂഹത്തിനും ലോകത്തിനും വേണ്ടി എങ്ങനെ പുതിയ ആശയങ്ങളായി പ്രാവർത്തികമാക്കാൻ കഴിയും. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 40-50 ദിവസങ്ങൾ ഞാൻ ചെയ്തിരുന്നത്. കേരളത്തിലെയും കേരളത്തിന് വെളിയിലേക്കുമുള്ള ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന നിരവധിയായ ആളുകൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ കേരളത്തെ എന്തുകൊണ്ട് ഇൻബോൺ ടൂറിസത്തിന്റെ ഏറ്റവും മഹത്തായ മികച്ചതായ ഒരു മാതൃകയാക്കി രൂപാന്തരപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും കേരളത്തിന് പുറത്തേക്കുള്ള ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നവരാവാൻ ചിലർ, എന്തുകൊണ്ട് കേരളത്തിനകത്തേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നവരായി കൂടി അവർക്ക് മാറിക്കൂടാ? കേരളത്തിൽ കുറെ ബീച്ചുകളും ചില പരമ്പരാഗതമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളും മാത്രമാണോ ഉള്ളത്? അല്ല. നമ്മൾ വിദേശത്ത് ഇരുന്ന് ഒരു വിദേശിയായി കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളം എന്ന ഏതാണ്ട് 600 കിലോമീറ്റർ നീളവും ശരാശരി 40 കിലോമീറ്റർ വീതിയുമുള്ള ഈ ഒരു ഭൂഭാഗം മുഴുവൻ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അവിടുത്തെ ജീവിതം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു കലാരൂപമാണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഭക്ഷണ വൈവിധ്യം, നമ്മുടെ കാടുകൾ, നമ്മുടെ പുഴകൾ, നമ്മുടെ കടൽ തീരങ്ങൾ ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ വിദേശികളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചില റിസോർട്ടുകളിൽ ഒതുങ്ങുകയാണ് നമ്മുടെ ടൂറിസം. അതിനപ്പുറം പ്രകൃതിയിലേക്ക് ഇറങ്ങി, കേരളത്തിൻ്റെ സ്വച്ഛമായ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി, വനപ്രദേശങ്ങളിൽ മലമ്പ്രദേശങ്ങളിൽ ഒക്കെ ആളുകൾക്ക് ക്യാമ്പ് ചെയ്യുന്നതിന്, നദികളിലൂടെ റാഫ്റ്റ് ചെയ്യുന്നതിന്, കടൽ തീരത്ത് ക്യാമ്പ് ചെയ്ത് ജീവിക്കുന്നതിന്, ക്യാമ്പ് ഫയറുകൾ ആസ്വദിക്കുന്നതിന് ഒക്കെയുള്ള വ്യത്യസ്തമായ ടൂറിസം പ്രവർത്തനങ്ങൾ നമുക്കിനി ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളില്ലാതെ, വലിയ കെട്ടിടങ്ങൾ പണിയാതെ, വലിയ കൊട്ടാരങ്ങൾ പണിയാതെ, റിസോർട്ടുകളുടെ മതിൽക്കെട്ടുകൾ രൂപപ്പെടുത്താതെ കേരളത്തിൻ്റെ പ്രകൃതിയെയും ചരിത്രത്തെയും സംസ്കാരത്തെയും ജീവിത രീതിയെയും കലയെയും ഭക്ഷണത്തെയും ഒക്കെ സ്വാഭാവികമായ രീതിയിൽ ടൂറിസ്റ്റുകൾക്ക് മുൻപിൽ പ്രകൃതിയോട് ഇണങ്ങും വിധം, പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരും വിധം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ 100 ടൂറിസ്റ്റുകളുടെ ഭാഗ്യ ഡെസ്റ്റിനേഷനായി കേരളം മാറും. ഭാഗ്യ ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ പറയാൻ കാര്യം, ഇന്ന് ലോകം മുഴുവൻ കോവിഡിൻ്റെ ഭീതിയിൽ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോഴും ഉണ്ടായ കോവിഡ് രോഗികളെ പോലും ചികിത്സിച്ച് ഭേദമാക്കി, ചികിത്സാവിധികളില്ലാത്തൊരു രോഗമാണ് അതിൽ കൂടി, അവരെ പരിചരിച്ച് ഭേദപ്പെടുത്തി വിദേശത്തേക്ക് അയച്ച പാരമ്പര്യമുള്ളൊരു കേരളം കാണാൻ ഈ രോഗകാലം മാറുമ്പോൾ നിരവധി ആളുകൾ കേരളത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ വിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അതിനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇൻബൗണ്ട് ടൂറിസത്തിൻ്റെ സുവർണകാലമായിരിക്കും ഇനി വരാനിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഭാവനാപൂർവമായ ചില പ്രവൃത്തികൾ ആവശ്യമാണ്. നമ്മുടെ ഒക്കെ തലച്ചോറ് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങണം. കലാകാരന്മാരുടെ, ആർക്കിടെക്റ്റുകളുടെ, യാത്രികരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇത്തരം കോമ്പിനേഷനുകളുള്ള അതിഗംഭീരമായ ചില ടൂറിസം പാക്കേജുകൾ രൂപപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള യാത്രകൾ നടത്തുന്നവരുണ്ട്. ഈ വിദേശ യാത്രകൾ കോർഡിനേറ്റ് ചെയ്യുന്നവർക്കും ടൂറിസത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയുള്ള പാക്കേജുകൾ സൃഷ്ടിക്കാൻ കഴിയണം. ഉദാഹരണം പറഞ്ഞാൽ ക്യാമ്പിംഗ് ടൂറുകളുണ്ട്, ഡെസേർട്ട് ടൂറുകളുണ്ട്, മംഗോളിയ പോലുള്ള അധികം നമ്മൾ ഇതുവരെ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമില്ലാത്ത കോവിഡിൻ്റെ ആക്രമണത്തിൽ വിറങ്ങലിച്ചു പോകാത്ത ഭൂപ്രദേശങ്ങളുണ്ട്, മംഗോളിയൻ പുൽമേടുകളുണ്ട്, ഗോപി മരുഭൂമിയുണ്ട്, ആ മരുഭൂമിയിലെ കൂടാര ജീവിതമുണ്ട്, നൊമാഡുകളുടെ ജീവിതമുണ്ട്, ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ യാത്രയുണ്ട്, സൈബീരിയയുടെ വിദൂര നാടുകളിലുള്ള യാത്രയുണ്ട്, അലാസ്കൻ പര്യടനങ്ങളുണ്ട്. ഇങ്ങനെ എത്രയെത്ര സാധ്യതകളാണ് കോവിഡിനോ കൊറോണയ്ക്കോ നമ്മളെ തടുക്കാൻ പറ്റാത്തത്ര
ഗംഭീരമായ യാത്രകൾക്കുള്ള അവസരങ്ങളുമായി കാത്തിരിക്കുന്നത്. വിമാന കമ്പനികളും ഇതനുസരിച്ച് മാറും. നിങ്ങളുടെ യാത്ര നിങ്ങളുടെ മാത്രം സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതല്ല. വിമാന കമ്പനികൾക്കും അതിലനുബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒക്കെ സുരക്ഷ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഭീകരവാദത്തിനെതിരെ സുരക്ഷാ സംവിധാനങ്ങൾ വിമാന കമ്പനികൾ പുലർത്തുന്നത് പോലെ തന്നെ ആരോഗ്യ സുരക്ഷ കൂടി നോക്കുന്ന വിമാനയാത്രകളായിരിക്കും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ. നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യെല്ലോ ഫീവർ വാക്സിൻ പോലുള്ള മുൻകരുതൽ എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള വാക്സിനുകൾ, അത്തരത്തിലുള്ള പ്രിക്കോഷനുകൾ ഒക്കെ ഇനിയുള്ള യാത്രകളിൽ ഉണ്ടാകും. മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. സഞ്ചാരം അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞ വികാരമാണ് കാണാത്ത നാടുകൾ കാണാൻ, കാണാത്ത മനുഷ്യരെ കാണാൻ, അറിയാത്ത അനുഭവങ്ങൾ തേടിയുള്ള യാത്രയ്ക്കുള്ള ഒരു വികാരം. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പ്രതിസന്ധികൾ മാനവരാശിയുടെ കൂടെ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 10-15 വർഷത്തെ താരതമ്യപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ പ്രതിസന്ധി കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഭൂഭാഗത്ത് അധികം പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ലോകം മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഈ ജീവിക്കുന്ന കാലത്ത് പോലും സിറിയ എന്നൊരു രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ കൂമ്പടഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഞാൻ സഞ്ചരിച്ച സിറിയയിലെ ഡമാസ്കസും മറ്റു നഗരങ്ങളും ഒക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഹൃദയവേദന എത്രയെന്ന് വിവരണാതീതമാണ്. എങ്കിൽ അത് നിർമ്മിച്ചവരുടെ, അതിനെ പരിപാലിച്ചവരുടെ, അതുകൊണ്ട് ഉപജീവനം നടത്തിയവരുടെ, അവിടെ അതുകൊണ്ട് മാത്രം ജീവിച്ചവരുടെ ഹൃദയവേദന എത്രയായിരിക്കും? അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം തീരുകയാണ്? അല്ല. അതിൽ നിന്ന് അവർ വീണ്ടും പുതിയൊരു സ്ത്രീയെ സൃഷ്ടിക്കും. അവർ പുതിയ സാധ്യതകൾ തേടും, കണ്ടെത്തും. അവരുടെ ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെയും ചിരിയുണ്ട്, അവിടെയും കളികളുണ്ട്, അവിടെയും വിനോദങ്ങളുണ്ട്. അവിടെയും ജീവിതം അവസാനിക്കുകയല്ല. ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്ന് മനുഷ്യന് കൃത്യമായി അറിയാം. ഏത് ദുരന്തത്തിനും, ഏറ്റവും ഭീകരമായ ദുരന്തത്തിനും ശേഷം, ഏതാനും മാസങ്ങൾക്ക് ശേഷം മനുഷ്യൻ യാഥാർത്ഥ്യത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രളയം ഉണ്ടായിട്ടുണ്ട്. ആ പ്രളയത്തിന് ശേഷം 1 മാസത്തിനകം കേരളം സാധാരണഗതിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. വലിയ മഹാമാരികൾ ഉണ്ടായി കഴിയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുക. ലോകത്തെ പല രാജ്യങ്ങളും നമുക്കറിയാം, വിയറ്റ്നാം യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 20 വർഷത്തോളം അമേരിക്ക എന്നൊരു വൻ ശക്തി വിയറ്റ്നാമിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടിട്ട് അവർ തളർന്നില്ല, തകർന്നില്ല. അമേരിക്കയെ പരാജയപ്പെടുത്തി അവർ വിജയത്തിലേക്ക് കുതിച്ചുയർന്നു. അവരുടെ സ്വപ്നങ്ങൾ വീണ്ടും പൂണിഞ്ഞു. ചൈന ഇന്ന് പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലരെങ്കിലും സൂചിപ്പിക്കാറുണ്ട് ചൈനയുടെ വൈറസ് എന്ന്, ചൈനയെ അഴിച്ചുവിട്ട വൈറസ് എന്ന്. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ആ വൈറസ് രൂപം കൊണ്ടുവരുന്നത് വിശ്വസിക്കാത്തക്കതാണെങ്കിൽ കൂടി മനഃപൂർവ്വം ഒരു രാജ്യം, ചൈന പോലൊരു രാജ്യം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരായുധം എന്നതുപോലെ അത് ആർക്കെതിരെയാണ് അവർ പ്രയോഗിക്കുന്നത്? ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളും. ഞാൻ ലാറ്റിൻ അമേരിക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ വഴിയരികിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇൻകകളുടെയും അസ്റ്റക്കുകളുടെയും ഗോത്രമുദ്രകളുള്ള സുവനീറുകൾ പോലും മറിച്ചു നോക്കുമ്പോൾ അതിനടിയിൽ മെയ്ഡ് ഇൻ ചൈന എന്നാണ് ഞാൻ കാണുന്നത്. ആഫ്രിക്കയുടെ ഉൾഗ്രാമങ്ങളിലെ പാതകൾ പോലും ടാർ ചെയ്യുന്നത് ചൈനീസ് കമ്പനികളും ചൈനീസ് എഞ്ചിനീയർമാരുമാണ്. ആഫ്രിക്കൻ വിദൂര ഗ്രാമങ്ങളിൽ പോലും ചൈനീസ് ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും ഷൂസും പന്തും എത്താത്ത ഒരു ഗ്രാമവും ഞാൻ കാണുന്നില്ല. ചൈന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുകൊണ്ട് കുതിച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ മാർക്കറ്റാകുന്ന രാജ്യങ്ങളിലേക്ക് വൈറസിനെ കയറ്റുമതി ചെയ്ത് ആ വിപണിയെ, ആ മാർക്കറ്റിനെ തകർക്കാൻ പോകുന്ന വിഡ്ഢിത്തം കാണിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ ആദ്യം അതിജീവിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ചൈനയായിരിക്കും. അപ്പോൾ ഈ ചൈന എന്താണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ചെയ്യാൻ പോകുന്നത്? യൂറോപ്പ് എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കുന്നത്? അമേരിക്കയും ജപ്പാനും കൊറിയയും എങ്ങനെയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കുന്നത് എന്ന് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് നമുക്ക് നല്ല സൂചനകൾ ലഭിക്കും, ആത്മവിശ്വാസം ലഭിക്കും. ചൈനയിലേക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ
മെയ് ദിനത്തോടനുബന്ധിച്ച് തന്നെ അവരുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ തുറന്നു. ഡൊമസ്റ്റിക് ടൂറിസം അതിശക്തമായി അവിടെ പുനരാരംഭിച്ചു. അതിനു മുൻപ്, ഈ കോവിഡ് കാലത്തിന് മുമ്പ് എത്ര ടൂറിസ്റ്റുകൾ വന്നിരുന്നോ അതിൻ്റെ പല മടങ്ങ് ആളുകളാണ് ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാന ചരിത്ര കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. എത്ര ശുഭകരമായ ഒരു വാർത്തയാണത്, എത്ര ശുഭകരമായ ഒരു അറിവാണത്. ഇതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. വിയറ്റ്നാം വളരെ ഗംഭീരമായി ഈ ലോകത്തെ അതിജീവിച്ചു കഴിഞ്ഞു. വളരെ കുറച്ച്, കേരളത്തിൽ ഉണ്ടായ അത്ര തന്നെ ഏകദേശം കോവിഡ് രോഗികളും അത്ര തന്നെ ഏകദേശം മരണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു നാടാണ് വിയറ്റ്നാം. സത്യത്തിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കോവിഡ് മൂലം കേരളം പോലൊരു ഭൂപ്രദേശത്ത് ഇത്രയേറെ ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ മറ്റു പല രോഗങ്ങൾ കൊണ്ടും നമുക്കറിയാം, റോഡപകടങ്ങൾ മുതലുള്ള സാധാരണഗതിയിൽ സംഭവിക്കുന്ന അപകടങ്ങളും രോഗപീഠകളും കൊണ്ട് ഇതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ അല്ലാതെ തന്നെ ഇതേ സമയത്ത് മരിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനെ അതിഭീകരമായ ഒരു പ്രശ്നമായി നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു ഭീകര സത്വത്തെ കാണുന്നത് പോലെ കാണേണ്ടതില്ല എന്നാണ് ഒരു സംരംഭകനോട് ഞാൻ പറയുന്നത്. നമുക്ക് ചെറിയൊരു പ്രതിസന്ധി കാലം ഉണ്ടായിരിക്കുന്നു, അതിനെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ടൂറിസത്തിൽ മാത്രമല്ല, ഏത് വ്യവസായത്തിലും ഇതിൽ സാധ്യതകൾ തേടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മൾ ഇതിനെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവൻ്റെ റിസോഴ്സുകളെ പുതിയ മട്ടിലേക്ക് രൂപാന്തരപ്പെടുത്താൻ അവൻ കാണിക്കുന്ന ഒരു പ്രതിഭ. ഉദാഹരണം പറഞ്ഞാൽ, പല ലോകരാജ്യങ്ങളിലും ക്വാറന്റൈൻ എന്ന ഒരു ഘട്ടത്തിലൂടെ അവിടുത്തെ പൗരന്മാർ കടന്നു പോകേണ്ട അല്ലെങ്കിൽ സഞ്ചാരികൾ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ചെയ്തത്, അടച്ചു പൂട്ടപ്പെട്ട പല റിസോർട്ടുകളും ക്വാറന്റൈനുള്ള കംഫർട്ടബിളായ ലക്ഷറി പ്രദേശങ്ങളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി. അതായത് സാധാരണഗതിയിൽ അടച്ചു പൂട്ടി താഴിട്ട് ഒരു ഉപയോഗമില്ലാതെ കിടക്കേണ്ടിയിരുന്ന റിസോർട്ടുകൾ പലതും സമ്പന്നരായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗവൺമെൻറ് ആശുപത്രികളിലോ സർക്കാർ പള്ളിക്കൂടങ്ങളിലെ ഹോസ്റ്റലുകളിലോ ക്വാറന്റൈനിൽ വിരസമായ ജീവിതം നയിക്കേണ്ടിയിരുന്നവർക്ക് സ്റ്റാർ ഹോട്ടലുകളിൽ ക്വാറന്റൈനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതോടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. പണമുള്ളവന്, അഫോർഡബിളായവന് സുഖസൗകര്യങ്ങളോടെ ആസ്വാദ്യമായ ഒരു ക്വാറന്റൈൻ ജീവിതം ലഭിച്ചതോടൊപ്പം തന്നെ ഈ റിസോർട്ടുകൾ നടത്തുന്ന ആളുകൾക്ക് ഒരു വിരസമായ ദുരന്തകാലത്ത് ഒരു വരുമാനവും ഉണ്ടാകാതെ പോകുമായിരുന്ന ഒരു കാലത്ത് എല്ലാ ദിവസവും ഹൗസ്ഫുള്ളായി ഓടാൻ മാത്രം ആളുകളെ, ഗസ്റ്റുകളെ കിട്ടുന്ന കാലം. അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം, പറയത്തക്ക ചെലവ് ഇല്ലാതെ. അതായത് ഒരു ടൂറിസം സീസണിലുള്ള അത്ര ചെലവുകൾ പോലും ഇല്ലാതെ റിസോർട്ടുകൾ ഭംഗിയായി കാണുന്നു. അത് ഞാൻ പറഞ്ഞത്, ടൂറിസം ഇൻഡസ്ട്രി ഒരു സാഹചര്യത്തിനനുസരിച്ച് അഡോപ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്നാണ്. പലപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഒരു വഴിയിലൂടെ മാത്രം കണ്ണയക്കുകയും ചെയ്യുന്നത് കൊണ്ട് കണ്ണുകെട്ടിയ കുതിരയെ പോലെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടായി നമ്മളുടെ പരമ്പരാഗത സാധ്യത അടഞ്ഞു കഴിയുമ്പോൾ വലിയ നിരാശയിലേക്ക് വീഴുന്നത്. അല്ല, നമ്മൾ രണ്ടു വശത്തേക്കും ചുറ്റുമൊന്ന് കണ്ണോടിക്കൂ. അനന്തമായ സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്, നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. ലോകം മുഴുവൻ നമ്മെ പോലെ പുതിയ സാധ്യതകൾ തേടുകയാണ്. ഒന്ന് നോക്കൂ, സൂം കോൺഫറൻസുകളുടെ മീറ്റിങ്ങുകളുടെ ഒരു കാലമായി മാറിയിരിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ സാധാരണഗതിയിൽ പരിപാടികളിൽ, പൊതുപരിപാടികളിൽ പോകാൻ വളരെ വിമുഖത കാണിക്കുന്ന ഒരാളാണ്. വിമുഖത കാണിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു തടസ്സം കൊണ്ടല്ല. എനിക്ക് എൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന്, എൻ്റെ ടെലിവിഷൻ ചാനലിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൽ നിന്ന് അധിക സമയം മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദീർഘമായ യാത്ര ചെയ്തെത്തേണ്ട സ്ഥലങ്ങളിലെ പരിപാടികളൊക്കെ ഒഴിവാക്കാനാണ് പതിവ്. അയൽ ജില്ലകളിലേക്കൊക്കെ പോകും. എങ്കിൽ പോലും എല്ലാ ദിവസവും ഒരു പരിപാടിയോ രണ്ട് പരിപാടിക്കോ പോകാൻ മാത്രം ക്ഷണം എനിക്കുണ്ടാവാറുണ്ട്. അത് മുഴുവൻ നിഷ്കരണം ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. ആഴ്ചയിൽ ഒന്നല്ലേ രണ്ട് പരിപാടി ആണ് ഞാൻ സാധാരണ പങ്കെടുക്കാറ്. എന്നാൽ ഈ കോവിഡ് കാലത്ത് ദിവസം 2 or 3 പരിപാടികൾ പങ്കെടുക്കാതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അങ്ങ് തുടങ്ങുകയായി. എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിനകത്തു നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന്, വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ ആളുകൾ കാണുന്ന തരത്തിലുള്ള കോൺഫറൻസുകൾ, അത് 50 പേർ മുതൽ 1000 പേര് വരെ, 1200 ആളുകൾ വരെയൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു.
അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു, എവിടെയൊക്കെയോ ഇരിക്കുന്ന ഞാൻ ഒരിക്കലും കാണാത്ത ആളുകളുമായി ആശയവിനിമയം നടത്തുന്നു, അവരെ പ്രചോദിപ്പിക്കുന്ന 2 വാക്കുകളെങ്കിലും പറയാൻ കഴിയുന്നു, അവരിൽ നിന്ന് കുറേയേറെ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയുന്നു. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ മീറ്റിങ്ങുകളും ആ മട്ടിലേക്ക് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മാസികകളുടെ പ്രവർത്തനം, എൻ്റെ ചാനലിൻ്റെ പ്രവർത്തനം ഒന്നും തടസ്സപ്പെടാതെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലേക്ക് പുതിയ ടെക്നോളജികളിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു. ഇതുവരെ നമ്മൾ ചിന്തിക്കാതിരുന്ന പുതിയ സാധ്യതകളിലേക്കാണ് ഇതൊക്കെ വാതിൽ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യതകളുടെ വാതിൽ നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുക. പുതിയ പുതിയ സാധ്യതകൾ, അത്ഭുതപ്പെടുത്തുന്ന സാധ്യതകൾ. നിങ്ങളുടെയും എൻ്റെയും ഈ ലോകത്തിൻ്റെയും ജീവിതം അത്ഭുതകരമായ പരിവർത്തനത്തിന് വിധേയമാകുന്ന കാലമാണ് ഈ കോവിഡ് കാലം. ഈ ടൂറിസത്തെ കുറിച്ച് പരമ്പരാഗതമായ ചില ചിന്തകളും ധാരണകളും വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. ടൂറിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്നു നമ്മുടെ നാട്ടിലേക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായ ചിന്ത, അവർക്ക് താമസിക്കാനായി ഏറ്റവും ആഡംബരത്വം നിറഞ്ഞ ഒരു കെട്ടിടം, അല്ലെങ്കിൽ ഹോട്ടൽ, അല്ലെങ്കിൽ ഒരു റിസോർട്ട്, അവിടെ എന്തൊക്കെ വേണമെന്ന് പരമ്പരാഗതമായി കുറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നല്ല വെട്ടിയൊരുക്കിയ പുൽമേട്, അതിനകത്ത് കോട്ടേജുകൾ, ആ കോട്ടേജുകളിൽ പതുപതുത്ത നല്ല മെത്ത, എയർ കണ്ടീഷൻഡ് മുറി, ചില്ല് ജാലകം, അതിലൂടെ നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റണം, മുറ്റത്തൊരു സ്വിമ്മിംഗ് പൂള്, അതിനെല്ലാം നീല നിറം തന്നെയായിരിക്കണം. ഇങ്ങനെ കൃത്യമായ ചിട്ടപ്പടി നമ്മൾ റിസോർട്ടുകൾക്കെല്ലാം ഒരു രൂപഭാവം കൊടുത്തിട്ടുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ടൂറിസം സങ്കല്പങ്ങൾ. അതിൽ വൈകുന്നേരമായ മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് വൈൻ വരുന്ന വിദേശിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതല്ലാതെയും ടൂറിസം ലോകത്തുണ്ട്. ഇതല്ലാത്ത ടൂറിസത്തിന്റെ വളർച്ചയുടെ ഒരു കാലവും കൂടിയാണിത്. ഞാനിത് വലിയ തോതിൽ അനുഭവിച്ചിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ടൂറിസത്തെ അവർ പാക്കേജ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇങ്ങനെയാവണമെന്നില്ല. നമ്മൾ ഇപ്പറഞ്ഞ തരം ടൂറിസം സത്യത്തിൽ വൃദ്ധർക്ക് വേണ്ടിയുള്ളൊരു ടൂറിസമാണ്. വാർദ്ധക്യത്തിലേക്ക് കടന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചിട്ടപ്പടിയുള്ള എല്ലാ കംഫർട്ടും ഒരുക്കി വെക്കുന്ന തരം ടൂറിസം ഉള്ളത്. എന്നാൽ വലിയൊരു ശതമാനം യങ്സ്റ്റേഴ്സും മധ്യവയസ്കരുമായ ആളുകൾ യാത്ര ചെയ്യുന്നത്, നമുക്കറിയാം, യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വരുന്ന ഒരാൾക്ക് അവൻ താമസിക്കുന്ന സാഹചര്യം, അവൻ്റെ ഗ്രാമം, അല്ലെങ്കിൽ അവൻ്റെ റെസിഡൻഷ്യൽ ഏരിയ എന്നത് നമ്മുടെ ഒരു റിസോർട്ട് പോലെ തന്നെ പുല്ല് വെട്ടി ഒരുക്കിയതാണ്. USA യൂറോപ്പിലെ ബെൽജിയമോ ജർമ്മനിയോ പോലുള്ള രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ ഏത് ഭാഗവും നമ്മുടെ കേരളത്തിലെ പുല്ല് വെട്ടി ഒരുക്കിയ പൂച്ചെടി വെച്ച് പിടിപ്പിച്ച സ്വിമ്മിംഗ് പൂളുള്ള ഒരു റിസോർട്ടിന്റെ പുരയിടത്തേക്കാൾ ഭംഗിയായിട്ട് തന്നെയാണ് അവിടുത്തെ ഓരോ ഗ്രാമവും സംരക്ഷിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. സ്വിറ്റ്സർലൻഡിന്റെ ഏത് ഗ്രാമക്കാഴ്ചയും നമ്മുടെ കേരളത്തിലെ ഏത് റിസോർട്ടിനേക്കാളും സുന്ദരമാണ്. അപ്പോൾ അതേ കോപ്പിയായ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വരിക. അവിടെയാണ് നമ്മൾ നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കേണ്ടത്. അല്ല, അവിടെ അവർക്ക് വേണ്ടത് വളരെ വ്യത്യസ്തമായ കോൺട്രാസ്റ്റ് ഉള്ള ഒരു അനുഭവമാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതം, ഒരു മധ്യവർത്തി ജനസമൂഹത്തിന്റെ ജീവിതം, ഒരു ട്രോപ്പിക്കൽ ഭൂപ്രദേശത്തെ മനുഷ്യരുടെ ജീവിതം, ചേറിൽ പണിയുന്ന, പാടത്ത് പണിയുന്ന, കാള പൂട്ടുന്ന ഒരു കർഷകന്റെ വീട്ടിൽ അവനോടൊപ്പം പുലർച്ചെ എഴുന്നേറ്റ് കാള പൂട്ടുന്ന പാടത്തേക്ക് പോകാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അതായിരിക്കും സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമത്തിൽ നിന്ന് ഏറ്റവും മികച്ച സോഫിസ്റ്റിക്കേഷനിൽ നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിന് കിട്ടാവുന്ന ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവം. ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ബുദ്ധിപരമായ ഒരു ടൂറിസം നടത്തുന്നത്. നമ്മുടെ വീട്ടിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഡിന്നർ, ക്യാൻഡിലേക്ക് ഡിന്നർ ആസ്വദിക്കാൻ ഒരു സായിപ്പും എക്സൈറ്റ്മെന്റ് കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ അടുപ്പിന് സമീപമുള്ള ആ തിണ്ണയിൽ കയറിയിരുന്ന് നിങ്ങളുടെ ഭാര്യ വൈകുന്നേരം വറുത്തെടുക്കുന്ന പപ്പടം കുറച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ വീട്ടിലെ ജീവിതം കാണുന്ന, അല്ലെങ്കിൽ വൈകിട്ട് കഞ്ഞിയും ചമ്മന്തിയും, അത് ചമ്മന്തി അരയ്ക്കുന്നത്, കല്ലിൽ വെച്ച് ചമ്മന്തി അരയ്ക്കുന്നതും അത് കറിയായി മാറുന്നതും അത് കൂട്ടി കഞ്ഞി കുടിക്കുന്നതും ഒക്കെ അനുഭവിക്കാൻ കേരളം പോലൊരു പ്രദേശത്ത് വന്ന് നേരിട്ട് കണ്ട് അതിൻ്റെ ഭാഗമായി ആ വീട്ടിൻ്റെ അനുബന്ധമായ ഒരു ഔട്ട് ഹൗസിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതവും നമ്മളുടെ പ്രവർത്തനങ്ങളും, നമ്മൾ പശുവിനെ വളർത്തുന്നതും നമ്മളുടെ ആടിനെ കറക്കുന്നതും
ഒക്കെ, അല്ലെങ്കിൽ നമ്മളൊരു മീൻ കറി വെക്കുന്നതും ഒക്കെ നേരിട്ട് കണ്ട് അതിനോടൊപ്പം ജീവിക്കാൻ അവസരം കൊടുത്താൽ അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായി അവർ പരിഗണിക്കും. ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ആഫ്രിക്കയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ, ദനാക്കിൽ ഡിപ്രഷൻ എന്ന ഒരു പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ, എത്യോപ്യയിൽ അവിടെ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു ഗോത്ര ഗ്രാമത്തിലേക്ക് ഞാൻ പോയത് 5000 രൂപ ഒരു രാത്രി മുടക്കി താമസിക്കാനാണ്. അവിടെ എനിക്ക് ലഭിച്ചത് ഈ ഗ്രാമത്തിലെ മൈതാനത്ത് മരുഭൂമിയിൽ നിരത്തിയിട്ട കട്ടിലുകളിലൊന്നാണ് ഈ 5000 രൂപയ്ക്ക്. എനിക്ക് ആ കയറ്റുകട്ടിൽ കിടന്നുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് ഇളം ചൂടുള്ള കാറ്റ് മരുഭൂമിയിൽ നടിക്കുന്ന ഏറ്റുകൊണ്ട് അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ആ ഗ്രാമീണര് അവരുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ ഒരംശം ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അത് കഴിച്ച് ഞാൻ മാത്രമല്ല, നിരവധി വിദേശികൾ അത്തരത്തിൽ വരുന്നു. ദനാക്കിൽ എന്ന ഭൗമ പ്രതിഭാസം ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ളൊരു പ്രദേശമാണ്. ഒരു ഉപ്പു മരുഭൂമിയാണ്. അവിടുത്തെ ജീവിതം, കല്ലുപ്പ് വെട്ടി ജീവിക്കുന്ന അഫാർ ഗോത്രക്കാരുടെ ജീവിതം, അവരുടെ ഗ്രാമീണ ജീവിതം, അവരുടെ വീടുകളിലെ അവസ്ഥ, അവരോടൊപ്പം ഏതാനും രാത്രികൾ ചെലവഴിക്കുക എന്നത് എത്യോപ്യയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതിനേക്കാൾ എത്രയേറെ വിലയേറിയ അനുഭവമാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാവും. ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന അത്ര അനുഭവങ്ങളാണ്. അപ്പൊ അത്തരം വ്യത്യസ്തമായ, വിചിത്രമായ, അത്ഭുതപ്പെടുത്തുന്ന എന്തെന്ത് കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഓരോ ടൂറിസ്റ്റിനും കൊടുക്കാൻ കഴിയുന്നതെന്ന് ടൂർ ഓപ്പറേറ്റർ ചിന്തിക്കുക. അതാണ് ഇനി ഏറ്റവും വിലമതിക്കുന്നത്. നിങ്ങൾക്ക് ലക്ഷറി കൊണ്ട് ഇനി ലക്ഷറിയിൽ നിന്ന് വരുന്നവനെ അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ലാളിത്യം കൊണ്ട്, യഥാർത്ഥ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ട്, റിയലിസ്റ്റിക് ആയ ജീവിതത്തിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി അവരെ കീഴ്പ്പെടുത്താൻ കഴിയുക. അതിനുള്ള ഒരുക്കങ്ങളാണ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമയത്ത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. 23 വർഷം മുമ്പ് സഞ്ചാരം എന്ന പരിപാടി ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേ ലക്ഷ്യം തന്നെയാണ് ഇന്നും ഞാൻ സഞ്ചാരം ചെയ്യുമ്പോൾ തുടരുന്നത്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം 2 കാര്യങ്ങളാണ് അതിനകത്ത്. ഒന്ന്, ഞാൻ ഒരു പ്രതിനിധി മാത്രമാണ്. ഞാൻ 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണും ഹൃദയവും തലച്ചോറുമാണ്. അതായത് ഞാൻ ലക്ഷോപലക്ഷം പ്രേക്ഷകരുടെ കണ്ണിനെയും ഹൃദയത്തെയും തലച്ചോറിനെയും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കാഴ്ചകൾ കാണുന്നു. അവർ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവർ കാണുന്നത് പോലെ തന്നെ അവർ കാണും. അവർക്ക് അവരുടെ ടെലിവിഷൻ സ്ക്രീനിലൂടെ കാണാൻ പറ്റണം. അപ്പോൾ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്തതോ അവസരം കിട്ടാത്തതോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാതെ പോകുന്നതായ ആളുകൾക്ക് വേണ്ടി സഞ്ചരിക്കുക എന്നതാണ് സഞ്ചാരത്തിൻ്റെ ഒരു കടമ. രണ്ടാമതൊരു കാര്യം, ഞാൻ ഈ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കും ലഭിക്കാത്തത്ര അറിവുകളും വിവരങ്ങളും അനുബന്ധ ഇൻഫർമേഷനുകൾ കൂടി സഞ്ചാരം കാണുന്ന ഒരാൾക്ക് ലഭിക്കണം. അപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ആ നാടിൻ്റെ ചരിത്രവും അറിവുകളും പൂർണ്ണമായും അതിലുണ്ടാവണം. ഞാൻ സിറിയയിലെ പാൽമിറ എന്ന പുരാതന നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതപ്പെട്ട് ചിത്രീകരിച്ച, കഥ പറഞ്ഞ ആ ശിലാ ഗോപുരങ്ങൾ, ആ നഗരങ്ങൾ ഒന്നും ഇന്ന് അവശേഷിക്കുന്നില്ല. പിന്നീട് വന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ശേഷം ആ പ്രദേശം മറ്റൊരു സംഘത്തിൻ്റെ കയ്യിലായി. അവർ ആ പുരാനഗരത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പാൽമിറ എന്ന ചരിത്ര നഗരത്തിൻ്റെ ഗരിമ, ചരിത്രാവശിഷ്ടത്തിൻ്റെ അത്ഭുതകരമായ ആകാരം, അതിൻ്റെ പശ്ചാത്തല കഥകൾ, ഇതെല്ലാം ഞാൻ സഞ്ചാരത്തിലൂടെ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ള ലോകത്തിന്, ഇനിയുള്ള കാലത്തിന് ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിൽ സഞ്ചാരത്തിൻ്റെ ആ എപ്പിസോഡുകൾ കാണാൻ മതി. ഞാൻ സഞ്ചരിക്കുന്ന ഓരോ നാടിനെയും ആ മട്ടിലാണ് ഞാൻ ആർക്കൈവ് ചെയ്യുന്നത്. ഞാൻ 130-ലേറെ രാജ്യങ്ങളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തും ഞാൻ സഞ്ചരിച്ച ഓരോ ഭൂപ്രദേശവും നാളെ ഈ ഭൂമുഖത്ത് തകർന്ന് തരിപ്പണമായി പോയാലും സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ ജീവിച്ചിരിക്കും. അത്ര സമഗ്രമായി, അത്ര പൂർണ്ണതയോടുകൂടി ചെയ്യണമെന്നാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുക. എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, എൻ്റെ പണപരമായ പരിമിതി, എൻ്റെ സൗകര്യങ്ങളുടെ പരിമിതി,
എൻ്റെ എക്യുപ്മെൻസിൻ്റെ പരിമിതി ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രാ വിവരണം എന്നത് അതാണ്. ഞാൻ പോകുന്ന നാടിനെ സമഗ്രമായി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, ഏത് കാലഘട്ടത്തിനും വേണ്ടി, ഏത് രാജ്യത്തിനും വേണ്ടി, ഏത് ഭാഷയ്ക്കും വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ഫ്രെയിമിലും ക്യാമറയ്ക്ക് മുന്നിൽ കയറി നിന്ന് ഒരു കഥ പറയാത്തത്. അതിനെ രസിപ്പിക്കുന്ന അവതരണം കൊണ്ട് ഞാൻ ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കാത്തത്. അവിടെ തമാശകളോ മറ്റ് ലളിതമായ പ്രവർത്തനങ്ങളോ അതിൽ ഉൾപ്പെടുത്താത്തത്. അതിൻ്റെതായ ഒരു ഫോർമാറ്റിൽ ഗൗരവപൂർവ്വം സമീപിക്കുന്നത്. ഞാനീ ചെയ്യുന്നത് എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം 500-1000 വർഷം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറയ്ക്കും ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെ അവതരിപ്പിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ കഥ പറയുന്ന ഒരു പരിപാടിയായിരിക്കണം സഞ്ചാരമെന്ന് ഓരോ ഭൂമിയിലും കാലുറപ്പിച്ചു നിന്ന് ഞാനിത് ചിത്രീകരിക്കുന്ന ഓരോ ഷോട്ടും ചിത്രീകരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഞാൻ പാൽമിറയിൽ നിന്ന് 15 വർഷം മുമ്പ് ചിത്രീകരിക്കുമ്പോൾ ഞാൻ ഈ ചിത്രീകരിക്കുന്നത് വരാനിരിക്കുന്ന ഞാൻ ഒരിക്കലും കാണാത്ത, എൻ്റെ പിൻതലമുറകൾ പോലും കാണാത്ത 500-1000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തലമുറയ്ക്കും പാൽമിറ എങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ച കാലത്ത് എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ ചെയ്തത്. അത് ആണ് സഞ്ചാരവും മറ്റ് ഇന്നത്തെ യൂട്യൂബിൽ വരുന്ന പല ട്രാവൽ പരിപാടികളും തമ്മിലുള്ള വ്യത്യാസം. അത് മറ്റൊരു ലക്ഷ്യം മുൻനിർത്തി ഒത്തിരി നിരവധിയായ ചെറുപ്പക്കാരെ അവരുടെ ഉപജീവന മാർഗമായി, വരുമാന സ്രോതസ്സായി കാണുന്ന ഒരു മാധ്യമമാണ് യൂട്യൂബ്. അതിൽ ധാരാളം ആളുകൾ വിജയിക്കുന്നു എന്നത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. കാരണം യൂട്യൂബ് എന്ന ഒരു വിഷ്വൽ മീഡിയ സാധ്യതയെ എത്രയോ ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗമായി മാറുന്നു. ഉപജീവന മാർഗം ആകുന്നതും ഒരു ദാർശനികമായ ഒരർത്ഥത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലെ ലോകത്തെ ഡോക്യുമെന്റ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം സഞ്ചാരവും മറ്റ് യൂട്യൂബ് ട്രാവലോഗുകളും തമ്മിൽ ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എൻ്റെ ചിന്തകൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ എപ്പിസോഡിന് ശേഷം എത്രയോ ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ ജീവിത വിജയം നേടിയവർ, അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്തമായ ചിന്തകളുള്ളവർ, വ്യത്യസ്തമായി കേരള സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നവർ ഒക്കെ സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ, നല്ലൊരു വിജയമാവട്ടെ.